നമ്മുടെ കൂടെ ഈ പാർട്ട്ണർ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെ പറ്റിക്കുകയാണ്. ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു പാർട്ട്ണർ നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ്സ് വാങ്ങിത്തരിക, ലവ് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത് ബോംബ് ചെയ്യുക, അതായത് എക്സ്ട്രീം ആയിട്ട് ലവ് പ്രകടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ അതർ പാർട്ട്ണറിനെ ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ലവ് ബോംബിങ്. ഇവരെന്തിനത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ലാത്തൊരു സെൽഫ് കാണിച്ച് പറ്റിച്ച് നമ്മളിൽ ഇവരെ ഡിപ്പെൻഡ് ആക്കി വെക്കും. ഡിപ്പെൻഡ് ആക്കി വെച്ചതിന് ശേഷം നമ്മളൊരു പോയിന്റ് ചെയ്യുമ്പോൾ നമ്മളെ സെൽഫ് അല്ലല്ലോ അത്, ഒബ്വിയസ്ലി നമ്മൾ മാറി നമ്മളെ യഥാർത്ഥ സ്വഭാവം വീണ്ടും ഇവർ കാണാൻ തുടങ്ങും. കൊടുത്തിരുന്ന അറ്റൻഷൻ നമുക്ക് വീണ്ടും കൊടുക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക, വീണ്ടും ലവ് ബോംബിങ് ചെയ്യും. ലവ് ബോംബിങ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവർ ഇതേ ട്രാപ്പിലാവുകയും ഇവർക്ക് ഒരിക്കലും ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റൂല. അപ്പൊ ലവ് ബോംബിനെ കുറിച്ച് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ആക്ച്വലി വാട്ട് ഹീസ് ഡൂയിങ്, സ്നേഹിക്കുകയാണോ ലവ് ബോംബ് ചെയ്യാണോ എന്ന് മനസ്സിലാവുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭയങ്കരമായി സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ താഴെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് മൈറ്റ് ബി ലവ് ബോംബിങ്.